പ്രയാസങ്ങളുടെയും വേദനകളുടെയും നടുവിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ തരും. അതാണല്ലോ യേശുവിന് ഗെത്സമേൻ സഹനത്തിൽ തീവ്ര വേദനയിൽ കർത്താവിന് അറിയാം കർത്താവ് സഹിക്കാൻ പോകുന്ന കുരിശുമരണത്തിന്റെ വേദന. ഇത് മനസ്സിലാക്കിയിട്ട് യേശു രക്തം വിയർത്തു പ്രാർത്ഥിച്ചില്ലേ? ഒരു പ്രശ്നം കൂടുമ്പോ, വേദന കൂടുമ്പോ, കുടുംബത്തിനൊരു അസ്വസ്ഥത കൂടുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടുതൽ പ്രാർത്ഥനയുള്ളവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ 1 മണിക്കൂറാണ് വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചില മാനസാന്തരങ്ങൾ, ചില വിടുതലുകൾ, ചില സൗഖ്യങ്ങൾ നടക്കേണ്ട, ചില വിശുദ്ധീകരണം നടക്കേണ്ട കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ഭവനം അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ആ ഭവനത്തിൽ, ആ അന്തരീക്ഷത്തിൽ കൂടുതൽ പ്രാർത്ഥന ഉയരാൻ അനുവദിക്കണം. വേറെ ഒരു വഴിയില്ല. നിങ്ങൾ അതേ ഓർത്ത് കരഞ്ഞതുകൊണ്ടോ, ആവലാതി പിടിച്ചത് കൊണ്ടോ, എല്ലാ ദിവസവും അതേ ഓർത്ത് ചങ്കത്തടിച്ച് കരഞ്ഞത് കൊണ്ടോ, നിലവിളിച്ചത് കൊണ്ടോ ഇതൊന്നും മാറില്ല പ്രിയപ്പെട്ടവരെ. മാറാൻ ഒറ്റ വഴിയുള്ളൂ, ദൈവം ഇടപെടണം. ദൈവം ഇടപെടണമെങ്കിൽ ദൈവം ഇടപെടാൻ തക്കവിധം ഒരു പ്രാർത്ഥനയുടെ പിൻബലം, പ്രാർത്ഥനയുടെ കരുത്ത്, പ്രാർത്ഥനയുടെ ഒരു അനോയിന്റിങ് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നമ്മളിൽ വളർത്താൻ നമ്മൾ തീരുമാനമെടുക്കണം.